എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ജനുവരി മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളുണ്ട്. പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2 ദിവസം മുമ്പാണ് ധനമന്ത്രി KN ബാലഗോപാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനുള്ള സമയപരിധി നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മളെ അറിയിച്ചത്. ഈ ഒരു സമയത്ത് പല ആളുകളുടെയും സംശയം ഇപ്പോൾ വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമോ എന്നുള്ളതാണ്. ഏതു മുതലുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ള നിരവധി സംശയങ്ങളുണ്ട്. അതായത് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അതിനുശേഷം പെൻഷൻ ലഭിച്ചവർക്കൊന്നും ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അതായത് 2019 ഡിസംബർ 31 മുമ്പ് തന്നെ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. അതിൽ 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്, 3 ലക്ഷത്തിന്റെ താഴെയായിട്ട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അവർ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, അതായത് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു തവണ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ സമയത്ത് അവർ നൽകിയിട്ടില്ല എങ്കിൽ അതിനുശേഷം 2020 ജനുവരി മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർക്കൊന്നും ഇത് ബാധകമല്ല. അപ്പോൾ 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ട് പറഞ്ഞ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ 2020 ജനുവരി മാസം മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരൊന്നും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. ബാക്കിയുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഈ മാസത്തെ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉടനെ ഉണ്ടാകും. 20 മുതൽ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. 20-ന് തന്നെ ഒരു കടമെടുപ്പുണ്ട്. ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും. അതിനുശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി, ട്രഷറി അവധിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 31 മുമ്പ് കയ്യിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും 2000 രൂപ പെൻഷൻ ലഭിക്കുന്നതാണ്. കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ടാകും. കഴിഞ്ഞ മാസം 2 ആഴ്ചത്തോളം അല്ലെങ്കിൽ 10 ദിവസത്തോളം കേന്ദ്ര വിഹിതം താമസിച്ചിരുന്നു. ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കാര്യം ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ തുടരുകയാണ്. അവർ കൊണ്ടുവന്നാൽ നൽകും എന്നുള്ളത് മാത്രമാണ് അവർക്കറിയാം. ദിവസവേതനക്കാരാണ് ഉദ്യോഗസ്ഥരായിട്ട് ഉള്ളത്. അപ്പം അവർക്കും വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കാര്യം. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയും ഈ ഉടനെ കൊടുത്തു തീർക്കും. ഇതിനുവേണ്ടി 1000-ഓളം കോടി രൂപ കടമെടുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എങ്കിലും ഈ വാഗ്ദാനം നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രവാസി ക്ഷേമ പെൻഷൻ ഇടയ്ക്കിടെ മുടങ്ങുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു എന്നുള്ളതും വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.